Hello friends, welcome back to my video. So friends, നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല എന്ന് എനിക്കറിയാം, കാരണം കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ ആ വീഡിയോയ്ക്ക്. സോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്, ആ ട്യൂട്ടോറിയൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്, പിന്നെ എന്നെ പറ്റി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വീഡിയോ രണ്ടാം ഭാഗമാണ്. വീഡിയോ മീൻസ് നമ്മൾ ചെയ്യുന്നത് ട്യൂട്ടോറിയൽ ആണ്, ASP.NET ട്യൂട്ടോറിയൽ ആണ്. സോ ട്യൂട്ടോറിയലിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. സോ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് ആ വീഡിയോ കാണുക. പിന്നെ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന പ്രോത്സാഹനം. സോ ഇത് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തോന്നുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഇടാനുള്ള ഒരു ഫ്യൂവലായിട്ട് എനിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഞാൻ ആരാണെന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ എന്താണ് പഠിച്ചത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് മാത്രം വരിക. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടും. സോ നമ്മുടെ ഈ വീഡിയോയിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു നമ്മൾ ASP.NET Core MVC ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ ആദ്യം ഒരു പ്രൊജക്റ്റിലൂടെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ബേസിക് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ആർക്കും ഈ വീഡിയോ കണ്ട് എൻ്റെ കൂടെ ഈ ഒരു യാത്രയിൽ കൂടാവുന്നതാണ്. ബിക്കോസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ASP.NET Core പഠിച്ച് ഒരു ജോലിയിലേക്ക് കയറുവാൻ ഈ ഒരു ട്യൂട്ടോറിയലിലൂടെ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സോ നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഫസ്റ്റ് പ്രൊജക്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. സോ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഒരു അഡ്മിൻ ഉണ്ടായിരിക്കും, ഒരു യൂസർ ഉണ്ടായിരിക്കും, ടാസ്കുകൾ അസൈൻ ചെയ്യുന്നു, അഡ്മിൻ ടാസ്കുകൾ അസൈൻ ചെയ്യുന്നു, യൂസർ ടാസ്കുകൾ ചെയ്യുന്നു. ആ യൂസർ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടിരുന്നു. പിന്നെ യൂസറിന്റെ ചെയ്യുന്ന ടാസ്കുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു, ആ ടാസ്കുകളുടെ ഫ്ലോ നമ്മൾ മനസ്സിലാക്കുന്നു, എവിടെ വരെ എത്തി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി മാത്രം പറയാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ഒരുമാതിരി എല്ലാ കോൺസെപ്റ്റുകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ കീ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു യൂസർ ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ആണ് ചെയ്യുന്നത്. യൂസർ ഓതന്റിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ലോഗിൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്, ഒരു യൂസറിന്റെ ലോഗിനും ഒരു അഡ്മിന്റെ ലോഗിനും. സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. സോ അഡ്മിനെ ലോഗിൻ മാത്രമല്ല, യൂസറിന്റെ ലോഗിൻ മാത്രമല്ല, രജിസ്ട്രേഷൻ കൂടി ഉണ്ടായിരിക്കും. രണ്ടാമതുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്തൊക്കെ ടാസ്ക് മാനേജ്മെന്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ടാസ്ക് അസൈൻ ചെയ്യുന്നു, ടാസ്ക് അപ്ഡേറ്റ് ചെയ്യുന്നു, ടാസ്ക് ഡിലീറ്റ് ചെയ്യുന്നു. സോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ടാസ്ക് മാനേജ്മെന്റ്. പിന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ചെയ്യുന്നു. അതായത് നമ്മൾ യൂസറിന് ടാസ്ക് കൊടുത്തു, സോ ആ യൂസറിന് നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരു മെയിൽ ഉണ്ടായിരിക്കും, ഒരു ഇമെയിൽ ഉണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു മെയിൽ ID ഉണ്ട്. സോ ആ മെയിൽ ID നമ്മൾ ഒരു അഡ്മിൻ ഒരു യൂസറിന് ടാസ്ക് അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു മെയിലിലേക്ക് നമ്മളൊരു നോട്ടിഫിക്കേഷനും കൂടെ ചെല്ലുന്ന രീതിയിൽ, ഓട്ടോമേറ്റ് ആയിട്ട് ചെല്ലുന്ന രീതിയിൽ ഒരു സംഭവം കൂടെ ചെയ്യും, സിസ്റ്റം കൂടെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ സെറ്റ് ചെയ്യും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഡ്മിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ അഡ്മിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യൂസറിന് ചെയ്യാൻ പാടില്ല. സോ യൂസറിന് ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളായിരിക്കും, അഡ്മിൻ ചെയ്യേണ്ടത് മറ്റു ചില പ്രത്യേക കാര്യങ്ങളായിരിക്കും. സോ അതനുസരിച്ച് നമ്മൾ റോൾ ബേസ്ഡ് കൺട്രോൾ കൊടുക്കും. സോ അതാണ് അത്. പിന്നെ ഉള്ളത് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഡാഷ്ബോർഡ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് എവിടെ വരെ ആയെന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു അനലൈസ് ഡാഷ്ബോർഡ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഡാറ്റ ആക്സസ്, അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറും ആൻഡ് റെപ്പോസിറ്ററി പാറ്റേണും. സോ ഇത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം, ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇതും ഞാൻ പിന്നീട് പറയാം, അതിന്റെ ടൈം ആകുമ്പോഴത്തേക്കും പറയാം. ഇപ്പം നിങ്ങളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും. സോ ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഇപ്പോഴും പറയാണ്, ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിന്റെ ഒരു കീ കമ്പോണന്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ദയവ് നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടേണ്ടതാണ്. അതാണ് നമുക്കുള്ള ഏക ഫ്യൂവല്. സോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ട്യൂട്ടോറിയൽ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്ട് എങ്ങനെ ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനിഷ്യലി വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യണം. സോ വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് ഓപ്പൺ ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ 2022. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത് കണ്ടിരിക്കുക. ഇത് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റിൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമ്മുടെ പുതിയ പ്രൊജക്റ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. യെസ്, ക്രിയേറ്റ് ആയി. അവിടെ വന്നിട്ട് ASP.NET MVC എന്ന് സെർച്ച് നോക്കുക. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് MVC എന്ന് ടൈപ്പ് ചെയ്ത്
മേലത്തെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും ASP.NET വെബ് ആപ്പ്. അതെടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ വെബ് ആപ്ലിക്കേഷൻ വന്നെന്നുള്ളതിന് പകരം നിങ്ങൾക്ക് പ്രൊജക്ട് നെയിമിൽ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. സോ ലൊക്കേഷൻ ഒരു ഡിഫോൾട്ട് ലൊക്കേഷൻ ആണോ ഇത്? എൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷൻ ആണ്, ഞാൻ അത് തന്നെ കൊടുക്കുകയാണ്. സോ അതിനുശേഷം നിങ്ങൾക്ക് പ്രൊജക്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. സോ നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊജക്റ്റ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. യെസ്, ഇറ്റ്സ് ക്രിയേറ്റിംഗ് ദ പ്രൊജക്റ്റ്. സോ വി ക്യാൻ വെയിറ്റ് വൈൽ ഇറ്റ്സ് ക്രിയേറ്റിംഗ് ദ ഓക്കെ യെസ്. സോ ഫൈനലി ഗൈസ്, നമ്മുടെ പ്രൊജക്റ്റ് അവിടെ അങ്ങനെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. സോ നമ്മൾ ഇതാണ് നമ്മുടെ ബേസിക് പ്രൊജക്ട്. സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാം. ഈ സൊല്യൂഷൻ എക്സ്പ്ലോറർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഫോൾഡേഴ്സും സ്ട്രക്ചേഴ്സും ഒക്കെ കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ എന്താണെന്നുള്ളത്, അതിലൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇപ്പൊ ആദ്യം കാണും. സോ അതിലൊരു 3 കാര്യങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ബാക്കി ഞാൻ പിന്നീട് നിങ്ങളെ അടുത്ത ട്യൂട്ടോറിയൽസിലായിട്ട് പരിചയപ്പെടുത്തി പോവാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ്. ഈ ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് എഴുതിയേക്കുന്ന ഇത് കണ്ടു. ഇതാണ് ശരിക്കും നമ്മുടെ പ്രൊജക്റ്റിന്റെ ഫയൽ എന്ന് പറയുന്നത്, പ്രൊജക്ട് ഫയൽ. സോ ഇത് നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയൽ ഓപ്പൺ ആയി വരും ഇതുപോലെ. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡോട്ട്നെറ്റിന്റെ ഫ്രെയിംവർക്കിന്റെ വെർഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട്നെറ്റിന്റെ ഫ്രെയിംവർക്കിന്റെ വെർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡോട്ട്നെറ്റിന്റെ 8.0 എന്നുള്ള വെർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ നള്ളബിൾ എന്നുള്ളൊരു സംഭവം കാണാം. സോ അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ എന്താണെന്ന് പറയുന്നില്ല, ബിക്കോസ് അത് സമയം പോലെ പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിസിറ്റ് യൂസിങ് എന്ന് പറഞ്ഞിട്ടൊരു ടേം കാണാം. ഇംപ്ലിസിറ്റ് യൂസിങ് എനേബിൾ എന്ന് കാണാം. ഇംപ്ലിസിറ്റ് യൂസിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ ലൈബ്രറീസ്, പാക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഇംപ്ലിസിറ്റ്ലി തന്നെ അത് എനേബിൾ ചെയ്തിരുന്ന സമയത്ത് നമുക്കത് ഈസിയർ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴും ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ലൈബ്രറിയും മൊഡ്യൂളുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താപ്പോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ കണക്റ്റഡ് സർവീസുകൾ അവിടെ നിൽക്കട്ടെ. താഴെ വന്നു കഴിയുമ്പം ഡിപ്പെൻഡൻസീസ് കാണാൻ പറ്റും. എന്താണ് ഡിപ്പെൻഡൻസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊജക്റ്റിൽ കുറച്ച് പാക്കേജുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, എക്സ്റ്റേണൽ പാക്കേജുകൾ ലൈബ്രറീസും ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ എക്സ്റ്റേണൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്കൊരു ഡേറ്റാബേസ് അല്ലെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ പാക്കേജുകൾ, പേയ്മെന്റ് ഗേറ്റ്വേ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡിപ്പെൻഡൻസീസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡൻസീസ് ഇപ്പൊ നിങ്ങൾ അധികം നമുക്കിവിടെ യൂസ് വരുന്നില്ല ഡിപ്പെൻഡൻസീസ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വലിയ പ്രൊജക്റ്റുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. പ്രോപ്പർട്ടീസിനുള്ളിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ലോഞ്ച് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ എന്നൊരു ഫയൽ കാണും. ലോഞ്ച് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ എന്താണ് ഈ ഫയൽ? ഈ ഫയൽ ശരിക്കും എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ആപ്ലിക്കേഷന്റെ കോഡ് റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുള്ള ഒരു ജെയ്സൺ ഫയലാണ് ലോഞ്ച് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ. സോ ഇതെന്താന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്കീമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓതന്റിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൾസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് പോർട്ടിൽ വേണം നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ, ഏത് പ്രൊഫൈലിൽ വേണം നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ നമുക്ക് നോക്കിക്കാൻ, നമ്മൾ പ്രൊഫൈൽസിൽ നോക്കുമ്പോൾ നമ്മൾ HTTP എന്ന് എഴുതിയിട്ടുണ്ട്, HTTPS എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇത് 2 പ്രൊഫൈൽസ് ഉണ്ട്. പിന്നെ IIS എക്സ്പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ഐക്കൺ. സോ നമ്മൾ ഇപ്പൊ നിലവിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ പ്രൊജക്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് HTTPS-ലാണ്. അതുകൊണ്ടാണ് നമ്മൾ HTTPS-ൽ ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ HTTP യൂസ് ചെയ്തിട്ടും ലോഞ്ച് ചെയ്യാം, IIS എക്സ്പ്രസ് യൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാം. ബിക്കോസ് ഇവിടെ HTTP നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ PS ആണ് നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നത്. സോ PS യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഏത് URL ആയിരിക്കും ഓപ്പൺ ആവുന്നത്,
ആപ്ലിക്കേഷന്റെ URL ഈ URL-ലായിരിക്കും നമ്മൾ ഓപ്പൺ ആയി വരാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു URL-ലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുവാനും കൊണ്ട് വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വേറൊരു സാധനം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, എൻവയോൺമെന്റ് വേരിയബിൾ. എൻവയോൺമെന്റ് വേരിയബിൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. എൻവയോൺമെന്റ് വേരിയബിൾ, അതായത് എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എൻവയോൺമെന്റ് വേരിയബിളിനകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ ഏത് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് ഒന്നിലധികം ഡേറ്റാബേസ് കണക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഒന്നിലധികം ഡേറ്റാബേസ് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡേറ്റാബേസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഇവിടെ കണ്ടു ഡെവലപ്മെന്റ് എന്ന് കൊടുത്തു. സോ ഡെവലപ്മെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെന്റ് ഡേറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ പ്രൊഡക്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഡേറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഏത് തരത്തിലുള്ള ഡേറ്റാബേസുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് വേണ്ടിയിട്ട് ഗ്ലോബലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ആണ് എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ഒത്തിരി കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതായത് ഗ്ലോബലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ ആണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റാബേസും കാര്യങ്ങളും ഏത് ടൈപ്പ് ഡേറ്റാബേസ് ആണ്. ഇപ്പൊ നമ്മളൊരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിൾ നമുക്ക് ഡെവലപ്മെന്റ് എന്നുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആ പേയ്മെന്റ് ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡെവലപ്മെന്റ് കീ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രൊഡക്ഷൻ ഡേറ്റാബേസിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കീ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. നമ്മളൊരു റിയൽ ടൈം ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെന്റ് പ്രോസസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഡോണ്ട് ബി ഗെറ്റ് കൺഫ്യൂസ്ഡ്, അതവിടെ നിൽക്കട്ടെ. സോ ഈ ലോഞ്ച് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാനുള്ള മുഴുവൻ സെറ്റിംഗ്സുകളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഫയലാണ് ലോഞ്ച് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ. സോ അത് മനസ്സിലാക്കിയിരിക്കുക. HTTP, HTTPS, IIS Express തുടങ്ങിയ പ്രൊഫൈൽസിലായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ കറന്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് HTTPS ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നു www root എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാൻ പറ്റും. നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും CSS, JS, ലൈബ്രറി തുടങ്ങിയവ. സോ ഇത് എന്തിനാ ബേസിക്കലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ all the static files that we are using are included here. സോ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റാറ്റിക് ഫയലുകളും നമ്മൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ഫയലുകൾ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? നമ്മുടെ CSS ഫയൽ ഉണ്ടാകാം, നമ്മുടെ JS ഫയൽ ഉണ്ടാകാം, നമ്മുടെ NuGet പാക്കേജസ് ഉണ്ടാകാം, നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ആണെങ്കിൽ അതുണ്ടാകാം, നമ്മൾ ഏതെങ്കിലും ഇമേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടാകാം, നമ്മൾ എന്തെങ്കിലും PDF യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ ഒരു www റൂട്ടിലായിരിക്കും. സോ ഇതിൽ CSS ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു CSS ഫയൽ കാണാം, JS ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ JS ഫയൽ കാണാം. ഈ lib എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ബൂട്ട്സ്ട്രാപ്പ്, jQuery വാലിഡേഷൻ തുടങ്ങിയ കുറച്ച് ഫോൾഡേഴ്സ് കാണാം. സോ ഇത് തൽക്കാലം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബൂട്ട്സ്ട്രാപ്പ്, jQuery ഇത് ഇങ്ങനെ സ്ട്രക്ചർ ആണെന്ന് ഒന്ന് മനസ്സിലാക്കുക. ഇത് എന്താണ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ മുമ്പിലോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും മുന്നോട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക് പ്രൊജക്ട് സ്ട്രക്ചർ. സോ നാളത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കൺട്രോളേഴ്സ്, മോഡൽസ്, വ്യൂസ്, ആപ്പ് സെറ്റിംഗ്സ് ഡോട്ട് ജെയ്സൺ, പ്രോഗ്രാം ഡോട്ട് CS ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളൊന്ന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവും. സോ ഞാൻ ഇന്ന് റൺ ആക്കി കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഗൈസ്, നമ്മൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. സോ അതുവരെയും ഗൈസ്, ബൈ.